ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മളങ്ങനെ യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫ്രാൻസ്, നെതർലാൻഡ്സ്, ബെൽജിയം ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കറൻ്റ്ലി ഇപ്പം നമ്മളുള്ളത് ഇൻ ജർമ്മനിയാണ്. പ്ലേസ് കോൾഡ് ട്രയർ. ആക്ച്വലി നമ്മുടെ ജർമ്മനി ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിരുന്നല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബെൽജിയത്തിന് ഒരു 3 hours ഉള്ളൂ, ആൻഡ് ഇറ്റ്സ് ഓൾസോ ഷെയറിങ് ബോർഡർ വിത്ത് ലക്സംബർഗ്. അവിടെ നിന്നൊരു 1 hour. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ട്രയറിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രയറിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കോമഡി ആയിരുന്നു. നമ്മളെ പോലീസ് പൊക്കി. നമ്മൾ ബസ് ഇറങ്ങി വന്നപ്പോൾ പോലീസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ചാടിയത്. നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ട് ഞാൻ ബെൽജിയത്ത് സേഫാക്കി വെച്ചു. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആസ് എ ഇൻ്റർനാഷണൽ ട്രാവലർ നമ്മുടെ അടുത്ത് എപ്പോഴും പാസ്പോർട്ട് വേണം. പക്ഷേ സോഫ്റ്റ് കോപ്പി കാണിച്ചപ്പോൾ അവർ വേറെ കുഴപ്പമൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് എൻ്റെ ഫ്രണ്ട് ജിറ്റോ ഹീ കെയിം ടു പിക്ക് മീ. അങ്ങനെ ജിറ്റോ വന്നാൽ നമ്മൾ അടിപൊളി ഈവനിങ് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഈവനിങ് ആപ്പിളും എൻ്റെ വൈഫും ജോയിൻ ചെയ്തു. ഷീ ഈസ് എ നഴ്സ് വർക്കിംഗ് ദർ. പിന്നെ ഈ ട്രയറെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു ജർമ്മനിയുടെ ഒരു ഓൾഡ് സിറ്റിയാണ്. നമ്മുടെ റോമൻ എംപയറിൻ്റെ ഒക്കെ ഒരു ഗേറ്റ് വേ ആണ് ഈ ട്രയർ. അങ്ങനെ ഭയങ്കര ഒരു ഏൻഷ്യൻറ്റ് സിറ്റിയും കൂടിയാണ് ഈ ട്രയർ. പണ്ടത്തെ കാലത്ത് ഇവിടെ നിന്നാണ് നമ്മുടെ റോമൻ എംപയർ കൺട്രോൾ ചെയ്തതെന്നുള്ളതൊക്കെ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് നമ്മുടെ കാൾമാസ് ഇല്ലേ, കാൾമാസിൻ്റെ ബർത്ത് പ്ലേസും കൂടിയാണ് ട്രയർ. അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കൽ ഒരു പ്ലേസാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. നമ്മളങ്ങനെ യൂറോപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നൗ വി ആർ ഇൻ ട്രയർ, ജർമ്മനി. നമ്മുടെ ആക്ച്വലി ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ജിറ്റോ. ഹലോ. യെസ്. അപ്പം ഇന്നലെ ഞാനിവിടെ എത്തിയായിരുന്നു. ഇന്നലെ എത്തി. നമ്മൾ ഇവൻ്റെ വീട് ഇവിടെ ഈ വഴിക്കൂടെ പോയിട്ടാണ്. ഇന്ന് നമ്മൾ ട്രയർ എക്സ്പ്ലോർ ചെയ്യാൻ, ട്രയർ എന്ന് പറഞ്ഞാൽ ട്രയർ എന്നാണോ പറയണം? ട്രിയർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം കണ്ട പോകണം ചുറ്റും. ആദ്യം നമ്മൾ പോകുന്നത് കോഹമാണ്. അതൊരു കാസിലാണ്, വളരെ പഴയൊരു കാസിലാണ്. യെസ്, കോഹം. ഇവിടെ ആക്ച്വലി കാണാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് 1-2 സംഭവമാണ് മെയിൻലിയുള്ളത്. ഇത് ഇന്നലെ ഇവിടെ വന്ന് ഭയങ്കര സൈലൻ്റ് ആട്ടോ. നമ്മൾ ബ്രസൽസേക്കാളൊരു സൈലൻ്റ് ഏരിയയാണ് ഇവിടുത്തെ. ഞാൻ വയ്യെ കാണിച്ചു തരാം. പിന്നെ ഇതിനെപ്പറ്റി എന്താ ചുറ്റു പറയാം, എങ്ങനെയുണ്ട് ട്രയർ ലൈഫൊക്കെ? വലിയ ബഹളമില്ലാത്തൊരു ഗ്രാമം എന്നൊക്കെ പറയാം. അതെ, പീസ്ഫുള്ളാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. യെസ്. ജിറ്റോ ഇവിടെ ലൈക്ക് നീടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യണം. ജിറ്റോയുടെ വൈഫ് അൽക്ക, പുള്ളിക്കാരി നേഴ്സാണ്, സെയിം ഹോസ്പിറ്റലാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഇതെന്താ ട്രെയിനോ ട്രാമോ? ട്രെയിൻ. നമ്മളിപ്പോൾ ട്രാമിലും ട്രെയിനിലൊക്കെയാണ് പോകാറുള്ളത്. യൂറോപ്പിലെത്തിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് പൊളിയാണ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് ട്രെയിൻ മാർഗമാണോ? അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാനൊന്നും ഇത് കാണുന്നു. യെസ് ഫ്രണ്ട്സ്, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നേക്കാം. ജിറ്റോ ഒരു ജർമ്മനിൽ എന്തെങ്കിലും പറഞ്ഞു എന്താ ഇപ്പോൾ ലൈക്ക് ഹൗ ആർ യു എങ്ങനെയാ പറയാ? അപ്പം അതിന് റിപ്ലൈ ഐ എം ഫൈൻ എന്നുള്ള റിപ്ലൈ എന്താ? ഊതാ ഗുഡ്. ഗുഡിൻ്റെ ആണ് ഗുഡ്. ജർമ്മനി പഠിക്കേണ്ടിരിക്കുന്നു. ജർമ്മനി യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കോഹം എത്തിക്കുന്നു. കോഹം സ്റ്റേഷനല്ലേ ജിറ്റ്? യെസ്, കോഹം സ്റ്റേഷൻ എത്തി. ഇന്ന് ഇവിടെ എന്തോരമുണ്ട് പോകാൻ? നടക്കാം. അവിടെ നിന്ന് പിന്നെ നടക്കാനില്ലേ കാസലിലേക്ക്? ഇന്ന് നടത്തണം മൊത്തത്തിൽ, അല്ലെങ്കിൽ യൂറോപ്പ് വന്ന് നടന്ന് യൂറോപ്പ് അങ്ങനെയാണല്ലോ, നമ്മൾ ഫുൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സിറ്റിയാണ്. നമ്മൾ ഈ ട്രെയിനിലാണ് വന്നത്. ഈ ട്രെയിൻ റെഡ്, മഞ്ഞ, അവിടെ കുറേ കളറിൽ ട്രെയിനൊക്കെ ഉണ്ട്. ഓ, ചാഴൊക്കെ പറ്റും. ഓ, സ്റ്റേഷൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. എന്താണ് ചുറ്റും ജർമ്മനിൽ ഇങ്ങനെയാണ് സ്റ്റേഷൻ? അതെ, പഴയ. ഓക്കെ, ഇത് ഇറങ്ങിയപ്പോൾ തന്നെ കൊള്ളാലോ. അത് ബെൻസിൻ്റെ ഒരു ഷോറൂമൊക്കെ.
മോനെ യെസ് നീ കൂടെ ഒന്നുമില്ല. ഓഹോ ഇവര് എന്തുണ്ടെങ്കിലും ഇവർക്കൊരു ബാർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കഫേ പോലെ സെറ്റപ്പ്. അത് മസ്റ്റാണ് കൈ. ഇതേ കാരവൻസ് എടുക്കണം. അവിടെ കുറേ കാരവൻസ് എടുക്കണം. വരണമായിരിക്കും കണ്ടായിരുന്നു കുറേ കാരവൺ ഇഷ്ടം പോലെ. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കുറേ വണ്ടികളാണ്. അതെന്താ വല്ല ടൂർ ബസ്സാണോ? അത് തിരക്കുണ്ടോ അവിടെ ഇത് കണ്ടിട്ട്? മറ്റേ ട്രാവൽ ഏജൻസി പോലെ മോസൽ റിവറിൻ്റെ ബാങ്കിലാണ് നമ്മുടെ ഓണം ക്യാസൽ അല്ലേ? അവിടെയൊക്കെ വീടുകളുണ്ട്. ഒരേ ഷേപ്പാണ് എല്ലാത്തിലും. അവിടെ കുറേ കാരവൻസ് എടുക്കുന്നുണ്ട്. ബാൻ ഓഫ്. അപ്പം ഇത് എല്ലായിടത്തും ബാൻ ഓഫ് തന്നെയാണല്ലോ. ഓ അതാണല്ലോ ക്യാസിൽ നമ്മുടെ. ഓ അതാണ് ക്യാസിൽ ഗൈസ്. ഗോപ്രോയിൽ കാണാൻ പറ്റണോന്ന് അറിയില്ല. ഓക്കെ കൊള്ളാം. ദൂരത്ത് കാണാനുള്ള ഭംഗിയുണ്ട്. അടിപൊളി. തിരക്കുണ്ട്. അതെ ഇന്ന് ആക്ച്വലി ഒരു വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ദിവസം ഫ്രൈഡേ ആണ്. പക്ഷെ തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നു അല്ലേ? യെസ്. നമ്മൾ ആക്ച്വലി ഈ കോൺഗ്യാസിലൊക്കെ ജിറ്റോടെ സെഷനാണ്. നമ്മളതിൽ ഈ പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ വരിക അവിടെ ട്രെയിനിൽ അവിടുത്തെ മെയിൻ ഒരു ഇതുണ്ട്, ഒരു ഗേറ്റ്, പണ്ടത്തെ റോമൻ ഗേറ്റും നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. ഇത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ ബോട്ടിംഗ് ചെയ്താണ് വണ്ടിൻ്റെ. ഈ ബോട്ട് എടുത്തിട്ട് കൊള്ളാം. അതൊന്നും അങ്ങനെ നോക്കിയാലോ? ആണോ? എക്സ്പെൻസീവ് ആണോ? വേണ്ട. യൂറോപ്പിലെത്തിയിട്ട് എക്സ്പെൻസിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാനല്ലേ? നല്ല ഓഫ്കോഴ്സ് അങ്ങനെയാണ്. ഒടുക്കത്തേക്ക് സൂപ്പർ എക്സ്പെൻസീവ് ആണ്. ഇപ്പം തന്നെ നമ്മുടെ ഔട്ട് ഓഫ് ബഡ്ജറ്റാണ്. പിന്നെ എന്തായാലും യൂറോപ്പൊക്കെ വന്നിട്ട് ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത്? അതെ പണം പോട്ടെ, പ്രധാനപ്പെട്ട് അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. ആ കാണാണ് നമ്മൾ പോകാൻ പോകുന്ന കാസിൽ, കോഹം കാസിൽ. അത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ദൂരത്ത് കാണുന്നത് ഇവിടെ ഒരു അപ്പാപ്പൻ സീനാണ്. ഇപ്പോഴാണൊരു വൈബായത്. അല്ല ചിറ്റോ, ഞാൻ പറയായിരുന്നേ ഇപ്പോഴാണൊരു വൈബായത്. നമ്മൾ ആ സ്ട്രീറ്റിൽ നിന്ന് നീങ്ങിപ്പോൾ കുറച്ചങ്ങനെ നീങ്ങി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ മുകളിൽ ക്ലോസ് ടു റോക്ക് സ്ലൈഡാ. അടച്ച അത് ശരി. വള്ളിക്കെട്ട് എങ്ങനെയുണ്ട്? വള്ളിക്കെട്ട് ഇത് അങ്ങനെയാണ്. നമ്മൾ എവിടെയൊക്കെയോ പോകുന്നത് ഫുൾ വള്ളിക്കെട്ടുകളാണ്. നമ്മൾ അങ്ങോട്ട് ഇനി വേറെ വഴി ഉണ്ടോ എന്ന് നോക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മൾ അങ്ങോട്ട് പോകുമോ ഇല്ലയോ, നമ്മൾ ക്യാസിൽ എത്തുമോ ഇല്ലയോ, നമ്മൾ സ്റ്റേ ട്യൂൺ ഗൈസ്. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡൊന്നുമില്ല. ക്യാസലിൽ വേറെ വഴി കണ്ടെടുത്തുണ്ട്. ഫുള്ള് കയറ്റണം. അയ്യോ ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. വൈനാണ്, വൈൻ കടകളാണ് മൊത്തം. നമ്മൾ വരുമ്പോൾ കണ്ടായിരുന്നു കുറേ ഗ്രേപ്പ് യാർഡ്സ് ഉണ്ട്. ഗ്രേപ്പ് മുകളിലെത്തിയപ്പോൾ ഇവിടെ വണ്ടി വരുമായിരുന്നു. എന്താ ചിറ്റോ ഇത് കയറി കഴിഞ്ഞില്ലേ? ഞാൻ അവിടെ കയറാം. ഓഹോ, ഇത് ഒരു 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ ഫുൾ കയറ്റം. കലിപ്പില്ല. 1000 വർഷം മുമ്പ് പണിത സാധനം അറിയാച്ചിട്ട്. 12th century. ഭയങ്കര സംഭവമാണ് ഇതൊക്കെ. അറിയോ? അതല്ലേ അറിയോന്നോ? ഞാൻ ഇങ്ങോട്ട്. ഓഹോ, ഫൈനലി നമ്മളവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഇവർ വായിക്കുന്നതാണോ?
ടിക്കറ്റ് ഉണ്ടോ? ഓ എത്ര? 8? ഓ നോർമല്. ഇവിടേക്ക് ഇവിടെ ക്യൂ നിൽക്കണം. ഗ്രൂപ്പായിട്ടാണോ വരുന്നത്? ഓ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഗൈസ് ഇവിടെ കയറുന്ന 8.50 euro, ഏകദേശം ഒരു 1000 രൂപ അടുത്ത് അല്ലേ? 1000 രൂപ അടുത്തല്ലേ? 800. By taking control of the castle. Once again, some years later, in the year 1294, the former German king Adolf from Nassau had some election debates. മോനെ ശരിക്കും ആനക്കൊമ്പാണ്. ശരി ആനക്കൊമ്പല്ലല്ലോ, മാൻകൊമ്പ്. തൊടാൻ പാടാന്നാണ് പുള്ളി പറഞ്ഞേക്കണം. തൊട്ട സീനാക്കൊന്ന് പറഞ്ഞേക്കണം. ഫൈനായിരിക്കും. ഇത് ഫോട്ടോസ് എടുത്തോട്ടോ. ഇത് പണ്ടത്തെ ചെയറാണ്. അമ്പോ വാവ്. ശേ Style rooms. In a real medieval castle, yeah, it looked different. He wanted to decorate the rooms in the styles he wants, yeah. So a really huge difference to a real medieval. It's your turn now. Make a wish. Come in, please. വീഡിയോ എടുക്കും. In the medieval times, yeah. I think you too are. To the well. 40 കിലോ ഉണ്ടെന്ന് പറയണം കഴിച്ചതിന്. 40 കിലോ. അപ്പം ഗൈസ് നമ്മുടെ ഗൈഡ് ടൂറൊക്കെ കഴിഞ്ഞു. ഇവിടെ കാസിൽ എന്തായാലും അടിപൊളിയാണ്. ഈ പുള്ളിയാണ് നമുക്ക് പറഞ്ഞത്. ഗ്രേറ്റ്, ഗുഡ്, താങ്ക് യു. ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ കാസിലിനെ പറ്റി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളും ഇവിടെ വരുമ്പം ഇങ്ങനത്തെ ഇവിടെ നിന്നല്ലേ എവിടെ പോയാലും ഒരു ഗൈഡ് ടൂർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇത് ഓൾറെഡി ഇൻക്ലൂഡ് ആയിരുന്നു, ഇവിടുത്തെ ടിക്കറ്റിൽ ഈ ഗൈഡ് ടൂർ ഇൻക്ലൂഡ് ആയിരുന്നു. നിങ്ങൾ ആ വെറുതെ ഫോട്ടോ എടുത്ത് തിരിച്ചതിനേക്കാളും നമ്മൾ നല്ലതാണ് ഇത് എന്താണ് എങ്ങനെയാണ് നമ്മൾ അറിയുക. അതല്ല അതിൻ്റെ ഒരു കംപ്ലീഷൻ എന്നുള്ളത്. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും പണ്ടത്തെ അവരൊക്കെ ഭയങ്കര ലക്ഷറി ആയിരുന്നു. എന്തായാലും കൊള്ളാം. സോ ദാറ്റ് വാസ് ഫ്രം കൊഹേൻ കാസിൽ. എന്താണ് വ്യൂ ബ്രോ? എന്താണ് നെക്സ്റ്റ് പ്രോഗ്രാം? ഇറ്റൊക്കെ ആപ്പിൾ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു. ആപ്പിൾ ജ്യൂസ് കുടിച്ചാൽ അങ്ങനെ ക്ഷീണമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ ജ്യൂസ് കുടിച്ച് കൂടുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കയറി ട്രെയിനിൽ കയറി തിരിച്ച് ട്രെയറിൽ പോവാണ്. എന്താ ഡോറ് തന്നു? ഈ സ്ഥലത്തിൻ്റെ പേരെന്തപ്പോൾ? ട്രിയാനോഡ. സിറ്റിയുടെ തെരുവോരങ്ങളിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വരില്ലല്ലോ. ഇതൊക്കെ വരും. ഇവിടെ കുറേ പൂക്കൾ. ഇവിടെ ഇത് സെൻറ്റർ പോലെയാണ്, നമ്മുടെ മെയിൻ സെൻറ്റർ പോലെ. മെയിൻ പള്ളിയല്ല, ഇത് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ഡാൻസ് മോനെ ഐസ്ക്രീം എന്താ ഫേമസ് ആണോ അവിടെ? ഐസ്ക്രീം എനിക്ക് വേണ്ട. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ഫോർട്ടാ നിഗാരയിൽ എത്തിക്കുന്നു. ഇത് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഫോർട്ടാ നിഗാര അല്ലേ? നീഗ്ര. യെസ്, ഇത് വൺ ഓഫ് ദി ഹെറിറ്റേജ് സൈറ്റാണ്. നമ്മുടെ റോമൻ ഗേറ്റ്സിലെ വൺ ഓഫ് ദി ഏൻഷ്യൻ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റാണ്. ഇങ്ങനെ കുറേ പഴക്കമേറിയ ഏൻഷ്യൻ ഹിസ്റ്ററി ഉള്ള ഒരു ഗേറ്റാണ്. ദാറ്റ് ഈസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇതാണ് ആ സംഭവം. ഇവിടെ ഒരു പ്രൈവറ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ.
ഇത് പട്ടി ചെക്കൻ കൊള്ളാലോ. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് പൊട്ടണിക്കാര. വേറെന്തൊക്കെ ചുറ്റും ഹിസ്റ്ററി? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർക്ക് തകർക്കാൻ പറ്റാത്ത ഒരേ ഒരു കോട്ട. അതെ. പിന്നെ ഇത് ഗേറ്റ് ആയിരുന്നു, മെയിൻ റോമൻ എംപയറിൻ്റെ ഗേറ്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞാൽ ഇവിടുന്ന് റൂളിങ് റോമൻ എംപയർ റൂളിങ് സീനൊക്കെ ആയിരുന്നു. ആൻഡ് ഇത് ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ലാൻഡ്മാർക്കാണ്. ഇതും പിന്നെ ഇവിടെ ഒരു സൈറ്റും കൂടെ ഉണ്ടല്ലോ, മറ്റേ ഹെറിറ്റേജിലുള്ള യുനെസ്കോ. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടായത്. ഇവിടെ 2 യുനെസ്കോ ആയിട്ട് സൈറ്റുകളുണ്ട്. പൊളിയാണ്. ഇതിനെ വേറെ സംഭവം, ഇതിൻ്റെ ബ്ലാക്ക് ഗേറ്റും കൂടി എന്ന് പറയും. അതറിയോ ചുറ്റോ? ബ്ലാക്ക് ഗേറ്റ് പെയിൻ്റ് അടിച്ചല്ല ഇത് ആക്ച്വലി, ഓട്ടോമാറ്റിക്. ഇത് അങ്ങനെ ആ ഒരു എന്താ പറയുക, ഏജസ് മാറി മാറി വന്നതിൻ്റെ ഇതാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ഇത് 180 AD സെറ്റാക്കണ ഇതാണ്. യെസ് ആ വരുന്ന ആളാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ കാലത്ത് പറഞ്ഞ ജിറ്റോൻ്റെ വൈഫ് അൽക്ക. ആൻഡ് ഇത് നമ്മുടെ കുട്ടൂസ് പേര് നവമി എന്നല്ല, നവമി. അൽക്ക ഇവിടെ നേഴ്സാണ്. ഇവൻ ഈ വാക്കിന് ഇവിടെ ഒരേ ഹോസ്പിറ്റലാണ് അല്ലേ? എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ഹാപ്പി ഫാമിലി. എത്തിയിട്ടുണ്ട്. അവരുടെ പേരെന്ന് പറഞ്ഞേ, എന്താണ് പേര് പറഞ്ഞേ? കോൺസ്റ്റാന്റിൻ ബസിലിക്ക. അതെ അതാണ്. അത് ഡോം എന്ന് പറയും. ഡോം എന്നാണ് ഇവിടെ പള്ളിനെ പറഞ്ഞല്ലോ, ഡോം. ഇവിടെ മറ്റേ എന്താണ് യേശുവിടെ എന്തുണ്ടെന്ന് പറഞ്ഞല്ലോ ജിറ്റു? തിരുവസ്ത്രത്തിന്റെ ഒരു പീസ്, ഒരു ഭാഗമുണ്ട്. ശരിക്കുള്ളതാണോ? ഉണ്ട്. അത് നമുക്ക് വർഷത്തില് 5 വർഷം കൂടുമ്പോൾ കാണുന്ന പെട്ടി കാണും. 12 വർഷം കൂടുമ്പോൾ തുറന്ന് കാണിക്കും. അങ്ങനെ. ഓ അങ്ങനെയൊക്കെയാണോ ഈ വർഷം? അപ്പോൾ അയ്യോടാ. ഓ ടൈൽസാണോ? സൈലൻസ്. ഓ ഓക്കെ. പള്ളിയാണോ? അയ്യോ ഇത് അത് മാർബിൾ കൊത്തി വെച്ചേക്കണാണോ? അത് അതാണ് അത് ഇൻസ്ട്രുമെന്റ്. ആക്ച്വലി ഇൻസ്ട്രുമെന്റ് ആണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. എനിക്ക് ഒതൻറ്റിക് ജർമ്മൻ റെയർ ഫുഡ് ട്രൈ എന്ന് പറഞ്ഞപ്പോൾ 2 പേരും കൊണ്ടുവന്നാണ്. ഒതൻറ്റിക് സാധനം എന്ന് പറഞ്ഞാൽ ബർഗറൊക്കെയാണ് കാണിച്ചത്. ബർഗർ വേണ്ട മോനെ, ഒതൻറ്റിക് സാധനം, ഒതൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊണ്ടാണ്. നോക്കാം. ഇതിൻ്റെ പേരെന്താ ഈ റെസ്റ്റോറൻറ്റ്? ആര്? ഹാൻഡ്സ് ഇൻ ഗ്ലൂക്ക്. കൈ എവിടെ പോയി? എന്താ ഹാൻഡ്സ് ഇൻ ഗ്ലൂക്ക്? ജിറ്റ് ഫോമിലായി. കൊള്ളാം, അടിപൊളി ആംബിയൻസ്. ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ട്രഡീഷണൽ ഒതൻറ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ ജിറ്റത്? ഇത് എന്ന് പറയുന്നത് ഇവിടുത്തെ ജർമ്മനിയിലെ ഒതന്റിക് ആയിട്ടുള്ള ഫുഡാണ്. ഒതന്റിക് ആയിട്ട് എന്താണ് ഫുഡ് പറയുമ്പോൾ ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ്, ഇത് അവക്കാഡോ, ഇത് തക്കാളി അറിയാം, ഇത് ബ്രെഡ്, ഇത് മറ്റേ പയർ പൊട്ടിച്ചത്. അതാണ്. യെസ്, അതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ട്രഡീഷണൽ ഒന്നും അല്ലല്ലോ. ആണോ? അവിടെ എന്താ? അവിടെ ബർഗർ കഴിക്കട്ടെ. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു അല്ലേ ജിറ്റു? എന്തായിരുന്നു? സാലഡ് അല്ലേ? ഒതന്റിക് സാലഡ്. യെസ്. അപ്പം അലക്ക് ഇവിടുന്ന് പോവാണോ അപ്പം? ഇനിയിപ്പം അപ്പം അലക്കെ പോവും. എന്തായാലും ജിറ്റു അടുത്ത വീഡിയോ നമ്മുടെ വീട്ടിൽ പോവാം. യെസ്. ഇന്ന് വയ്യ, ടയർഡായി. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോസ് ഇവിടെ നിർത്തുവാണ്. നാളെ നമ്മൾ ഇവിടെ പോകുന്നു, ലക്സംബർഗിലേക്ക് പോകുന്നു. അപ്പം ഈ വീഡിയോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ജിറ്റോ, അൽക്ക, നവമി സൈനിങ് ഓഫ്.